ഇന്നത്തെ വിഭവം എന്താണെന്നറിയോ? ഗൗരി പറയുന്ന പോലെ വിഭവം എന്താണെന്നറിയോ? ദാ മാമ്പഴ പുളിശ്ശേരി. അതുകൊണ്ട് അതിൻ്റെ തൊലി എന്നുകൊണ്ട് കളയാൻ തോന്നില്ല കേട്ടോ, അത്ര ടേസ്റ്റുള്ള മാങ്ങ. നല്ല മാങ്ങ. എവിടുന്നാണെന്നറിയോ? നമ്മുടെ വീട്ടിൽ തന്നെയാണ്. നമുക്ക് പുതിയതായിട്ടൊരു മുച്ചിമുണ്ടായ മാങ്ങയത്, നല്ല ചന്ദ്രക്കല മാങ്ങ. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ, ബാക്കി തിളച്ചിട്ട് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 8-9 മാങ്ങ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു മാങ്ങയാണേ. ഉപ്പ് ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് കൂടെ വേവട്ടെ. നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. ഇത്ര ഒരു പകുതി, ഒരു അച്ചിൻ്റെ പകുതി കൂടെ ഇട്ടെടുത്തു ശർക്കര കേട്ടോ. നമുക്കിതിലേക്ക് അരപ്പുണ്ടാക്കാം. ഞാനൊന്ന് കുളിക്കാൻ പോയപ്പോൾ തന്നെ മാങ്ങ ഒന്ന് അടി പിടിച്ചു. കുഴപ്പമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനി തേങ്ങ അരയ്ക്കാം. നമുക്കതിലേക്ക് തേങ്ങ അരയ്ക്കാനിതാണ്ടോ, കൊട്ട തേങ്ങ ആയതാട്ടോ. നല്ലോണം ഉണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ ചിരവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പോകുന്നൊരു മുറിയാണ് ഞാനെടുത്ത് അരയ്ക്കാൻ പോണേ. അതിലേക്ക് ഒരു പച്ചമുളകും, ഒരു നുള്ളു ജീരകവും, 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഈ അരപ്പിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈരും കൂടി, കട്ട തൈര് ചെയ്തപ്പോൾ അതൊന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ അരപ്പ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റ്. ഞാൻ കറിവേപ്പില മധുരം കുറച്ചിട്ടിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം കുറച്ച് മധുരം കുറഞ്ഞാൽ എനിക്കൊരു മാങ്ങയും കുറച്ച് കറിയൊക്കെ കൂട്ടി ചോറിനാലോ, അതിൽ കൊണ്ടിട്ടോ. ഇത് നമുക്ക് വറവിടാം. വിടാം വെളിച്ചെണ്ണ, നെയ്യിൽ വേണമെങ്കിൽ നെയ്യിൽ വറവിടാം കേട്ടോ. എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നെയ്യില്ല. കടുക്, ഉലുവ, വറ്റൽമുളക് ഒന്നിച്ചിട്ടതാണ്, ചിലപ്പോൾ പൊട്ടിത്തെറിച്ച്. കറിവേപ്പില തീ ഓഫാക്കി. മുളക് പൊടി വേണമെങ്കിൽ ഭംഗിക്ക് ചേർക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ മുളക് കുറേ ഇട്ടാലേ എരിവ് ആർക്കും അങ്ങനെ പറ്റില്ല, അതിനെക്കൊണ്ടാണ്. അപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരി കണ്ട അടിപൊളി, കാണാൻ നല്ല ഭംഗിയില്ലേ? അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ജീരകവും നുള്ളു കുരുമുളകും കൂടിയും കൂട്ടി, ഒരു പച്ചമുളകും കൂട്ടി അരച്ചെടുത്തതാണ് നമ്മൾ അരപ്പിലിട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ലേന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത്.
അതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ആൾക്കാരെല്ലാവരും ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഇന്നത്തെ വിഭവം എന്തൊക്കെയാണെന്നറിയോ? മാമ്പഴക്കൂട്ടാൻ, മാമ്പഴ പുളിശ്ശേരി ഉണ്ടല്ലേ. ഇത് നമ്മുടെ മൂച്ചിമെന്ന് ചാടി വീണ് ഉണ്ടാക്കി മാമ്പഴക്കൂട്ടാനാട്ടോ. സൂപ്പറല്ലേ? എല്ലായിടത്തും ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു കൊതിയായിരുന്നു, ഒരു മൂച്ചി ഉണ്ടായി കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ഞാൻ അത് പറിച്ച് എടുത്ത് മാമ്പഴക്കൂട്ടാനാക്കി. പിന്നെ ചിക്കൻ, സാമ്പാർ ചീരനെ കൊണ്ടൊരു തോരൻ,